ഗോവയിൽ മനോഹർ പരീക്കർ മുഖ്യമന്ത്രിയാകുന്നതിന് എതിരെ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. മനോഹർ പരീക്കറുടെ സത്യപ്രതിജ്ഞയ്ക്ക് സ്റ്റേ ഇല്ല. ഗോവയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്താനും കോടതിയുടെ നിർദ്ദേശം. അതേസമയം മണിപ്പൂരിൽ സർക്കാർ ഉണ്ടാക്കാൻ ബി.ജെ.പി. നിയമസഭാ നേതാവ് ബിരേൻ സിംഗിനെ ഗവർണർ ക്ഷണിച്ചേക്കും. വിവരങ്ങൾ മനു ശങ്കർ ദില്ലിയിൽ നിന്നും നൽകും. മനു, കോൺഗ്രസിന്റെ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് കോൺഗ്രസിന്റെ അവസാന പിടിവള്ളിയായിരുന്നു ഈ ഹർജി എന്നത്. കാരണം വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയിട്ടും ചെറു പാർട്ടികളെ കൂട്ടുപിടിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള, പ്രത്യേകിച്ച് മനോഹർ പരീക്കറെ മുൻനിർത്തി സർക്കാർ രൂപീകരിക്കാനുള്ള ബി.ജെ.പിയുടെ ശ്രമം വിജയം കണ്ട സാഹചര്യത്തിൽ, ഗവർണർ അവരെ ക്ഷണിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രധാനമായും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് കോൺഗ്രസ്. ഈ ഒരു സാഹചര്യത്തിൽ ഭരണഘടനാപരമായി ആദ്യം കോൺഗ്രസിനെ സർക്കാർ രൂപീകരിക്കാൻ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകുക എന്നതാണ് ആദ്യ കടമ്പ. ഇത് ഗവർണർ പാലിച്ചില്ല. ഇതിൽ അടിയന്തരമായി സുപ്രീം കോടതി ഇടപെടണമെന്നാണ് ഈ ഗോവയിലെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ ഈ ഹർജിയിലെ ന്യായങ്ങൾ ഒന്നും അംഗീകരിക്കാനാകില്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. എത്ര പേരുടെ പിന്തുണ നിങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. അങ്ങനെ ഈ മനോഹർ പരീക്കറിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ ക്ഷണിച്ചുവെങ്കിൽ അതിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ, കേവല ഭൂരിപക്ഷം നിങ്ങൾക്ക് നികത്താനാവുമെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ഭൂരിപക്ഷവുമായി ഗവർണറെ സമീപിച്ചില്ല എന്നൊരു ചോദ്യമാണ് സുപ്രീം കോടതി ഉയർത്തിയത്. അതിനാൽ നിലവിലെ വാദങ്ങൾ അംഗീകരിക്കാനാകില്ല. മനോഹർ പരീക്കറിനെ മുഖ്യമന്ത്രിയാകാൻ ക്ഷണിച്ച ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യാനാകില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ബി.ജെ.പിയോട് ഇന്ന് തന്നെ സഭയിൽ ഭൂരിപക്ഷം അടിയന്തരമായി തെളിയിക്കണം എന്നൊരു സുപ്രധാന നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. നേരത്തെ ഈ 15 ദിവസത്തിനകം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുക എന്നതായിരുന്നു ഗവർണർ നിർദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഈ കോൺഗ്രസിന്റെ ഹർജിയിന്മേൽ പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗം ഇന്ന് തന്നെ സഭയിൽ ബി.ജെ.പി. ഭൂരിപക്ഷം തെളിയിച്ചിരിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എത്ര പേരുടെ പിന്തുണയുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര എം.എൽ.എമാർ കേവല ഭൂരിപക്ഷത്തിന് പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരുന്ന ഒരു നിലവിലെ ഒരു നോട്ടീസ് പോലും ഗവർണർക്ക് നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ നിങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതിക്ക് ഇടപെടാനാകുന്ന സാഹചര്യത്തിലല്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ കോൺഗ്രസിന് തിരിച്ചടിയേക്കുന്ന ചില തീരുമാനങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉടനടി തടയാൻ ഉള്ള ഒരു കോൺഗ്രസ് നീക്കത്തിന് തിരിച്ചടി എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ ചില ഒരു നേട്ടം ഉണ്ടായിരിക്കുന്നത് ഇന്ന് തന്നെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ബി.ജെ.പിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതാണ്. അതിനാൽ കൂടുതൽ സമയം ബി.ജെ.പിക്ക് ലഭിച്ചിരുന്നത് ഒഴിവാവുകയാണ്. പക്ഷേ പ്രാദേശിക പാർട്ടികളുടെ ഒക്കെ പിന്തുണ ഇപ്പോഴും ബി.ജെ.പിക്ക് തന്നെ എന്നാണ് വ്യക്തമാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ സർക്കാർ രൂപീകരണത്തിന് ബി.ജെ.പിക്ക് മുന്നിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും സുപ്രീം കോടതി മുമ്പാകെ അവസാന നീക്കം കോൺഗ്രസ് നടത്തിയത് ഇപ്പോൾ തിരിച്ചടിയേക്കിയിരിക്കുകയാണ്. മനു, അതായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ളതല്ല, കേവല ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യ മറികടക്കാനുള്ള അംഗബലം ഉണ്ടോ എന്നതാണ് മുഖ്യം എന്നാണോ ഈ വിധിയിലൂടെ അല്ലെങ്കിൽ ഈ നിർദ്ദേശത്തിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ മണിപ്പൂർ അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിലും, ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അത് തിരിച്ചടിയാവില്ലേ? തീർച്ചയായും അങ്ങനെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നതല്ല, പകരം മുന്നണി, ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള മുന്നണിക്ക് പിന്തുണയുണ്ട് എന്ന് ഗവർണർക്ക് ബോധ്യപ്പെടുകയാണ് ആദ്യം വേണ്ടത്. അങ്ങനെ ഗവർണർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മുന്നണിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാനുള്ള അവകാശം ഗവർണർക്കുണ്ട്. അതിന്മേൽ സുപ്രീം കോടതിക്ക് ഒരു സ്റ്റേ നൽകാനാകില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ മണിപ്പൂരിൽ പോലും കോൺഗ്രസ് ആരോപിച്ചിരുന്നത്, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇബോബി സിംഗ് ഗവർണർ മുമ്പാകെ ചൂണ്ടിക്കാട്ടിയിരുന്നത് സംസ്ഥാനത്തെയും ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആണ്. അതിനാൽ മണിപ്പൂരിൽ ആദ്യം സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനെ ക്ഷണിക്കണമെന്നാണ് ഗവർണർ നജ്മ ഹെപ്തുള്ളയോട് ഇബോബി സിംഗ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ നജ്മ ഹെപ്തുള്ള ഈ വാദങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ തള്ളിയിരുന്നു. പകരം മുഖ്യമന്ത്രി സ്ഥാനം എത്രയും വേഗം രാജിവെച്ച് പുതിയ സർക്കാർ രൂപീകരിക്കാൻ അവസരമൊരുക്കണമെന്നാണ് നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇനി ഈ ഒരു നീക്കത്തിനെതിരെയും കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചാലും സമാനമായ ഒരു തീരുമാനമാകും ഉണ്ടാവുക. അതിനാൽ തന്നെ മണിപ്പൂരിലും ഗോവയിലും ബി.ജെ.പിക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാവുകയാണ്. നിലവിൽ എന്തായാലും ഇന്ന് 5-15 തന്നെ മനോഹർ പരീക്കർ 8-അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രാദേശിക പാർട്ടികളുടെ 2 എം.എൽ.എമാർ വീതവും അതോടൊപ്പം സ്വതന്ത്ര എം.എൽ.എമാരായ 2 പേരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനോഹർ പരീക്കർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക.
മണിപ്പൂരിലും ഉടനെ തന്നെ ബിരേൻ സിംഗിനെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ നജ്മ ഹെപ്തുള്ള ക്ഷണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നതല്ല, പകരം സർക്കാർ രൂപീകരിക്കാൻ മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ടോ എന്നാണ് ഗവർണർക്ക് ബോധ്യപ്പെടേണ്ടത്. അങ്ങനെ ബോധ്യപ്പെട്ടാൽ മറ്റു സാധ്യതകളൊന്നും ഗവർണർക്ക് മുന്നിലില്ല. അങ്ങനെ നീക്കങ്ങളൊന്നും സുപ്രീം കോടതിക്ക് സ്റ്റേ ചെയ്യാനാകില്ല എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ജയസ് കെഹാർ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. മനു, മറ്റൊന്നു കൂടിയുണ്ട്. അതായത് ഇന്ന് തന്നെ ഭൂരിപക്ഷം തെളിയിക്കണം, അല്ലെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് BJP-യോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത് അവർക്ക് എത്രമാത്രം നിർണായകമാണ്? വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാരണം മനോഹർ പരീഖർ ആണ് മുഖ്യമന്ത്രിയെങ്കിൽ പിന്തുണ നൽകാമെന്ന് മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടിയും സ്വതന്ത്രനും ഒക്കെ NCPയും അടക്കം വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ BJP-ക്ക് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സുപ്രീം കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം അടിയന്തരമായി ഇന്ന് തന്നെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നൊരു നിർദ്ദേശം വച്ചത് ഇനിയും മറ്റു സാധ്യതകൾ, മറ്റു വിമർശനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് വീണ്ടും വലിയ നിയമ നടപടികൾക്ക് മുതിരേണ്ട എന്ന ഒരു കർശന നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ MGP-യുടെ 3 MLA-മാരും അതോടൊപ്പം ഗോവ ഫോർവേഡ് പാർട്ടിയുടെ 3 MLA-മാരും 2 സ്വതന്ത്ര MLA-മാരും നിലവിൽ BJP-യെ പിന്തുണയ്ക്കുകയാണ്. 13 MLA-മാരാണ് BJP-ക്കുള്ളത്. ഇങ്ങനെ കേവല ഭൂരിപക്ഷം എന്ന 21 സീറ്റുകൾ സുഗമമായി BJP-ക്ക് മറികടക്കാനാകും. നിലവിലെ സാഹചര്യത്തിൽ ഈ MGP-യിലെയും GFP-യിലെയും 2 MLA-മാർക്ക് മന്ത്രിസ്ഥാനമാണ് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര MLA-മാർക്കും മന്ത്രിസ്ഥാനമാണ് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ BJP-ക്ക് മുന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. നേരത്തെ തന്നെ ഈ BJP-ക്ക് 13 സീറ്റുകളും കോൺഗ്രസിന് 17 സീറ്റുകളെന്നും വ്യക്തമായതിനു തൊട്ടു പിന്നാലെ തന്നെ മനോഹർ പരീക്കറിന്റെയും മറ്റും അടുത്ത അനുയായികൾ ദൂതന്മാരായി ഈ സ്വതന്ത്ര MLA-മാരുടെയും അതോടൊപ്പം പ്രാദേശിക പാർട്ടികളുടെയും ഓഫീസുകളിൽ മറ്റും തമ്പടിച്ചും മറ്റുമാണ് വലിയ മാരത്തൺ ചർച്ചകളൊക്കെ നടത്തിയിരുന്നത്. വലിയ വിലപേശലുകൾക്കൊക്കെ ശേഷമാണ് MGP-യും GFP-യും സ്വതന്ത്ര MLA-മാരും BJP-യുടെ പക്ഷത്തേക്ക് എത്തിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ MLA-മാരൊന്നും ഒരു മാറി ചിന്തിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതിനാൽ തന്നെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുക എന്നത് BJP-യെ സംബന്ധിച്ച് വെല്ലുവിളിയാകാൻ സാധ്യതയില്ല. കോൺഗ്രസിന് 17 MLA-മാരുണ്ടായിരുന്നു. 4 MLA-മാർ കൂടി മാത്രം മതിയായിരുന്നു സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ കോൺഗ്രസിന് വേണ്ടിയിരുന്നത്. പക്ഷേ ഈ 4 MLA-മാരെ പോലും കൂടെ നിർത്താൻ കോൺഗ്രസിന് സാധിക്കാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഒരുങ്ങിയത്. ഈ ഒരു സമയത്തായിരുന്നു നിലവിൽ BJP സർക്കാർ രൂപീകരിക്കുന്നത് കുറച്ചു സമയത്തേക്കെങ്കിലും തടയുക എന്നൊരു നീക്കവുമായി കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഹർജി കൂടി സുപ്രീം കോടതി സ്റ്റേ ചെയ്യാനാകില്ല എന്ന് വ്യക്തമാക്കിയതോടെ നിലവിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയേകിയിരിക്കുന്നു. BJP-ക്ക് എന്തായാലും മനുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു. മനോഹർ പരീഖറെ ഗോവയിൽ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരിക്കുന്നു. ഇന്ന് തന്നെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് കോടതി BJP-യോട് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു.